നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 എയിംസിലെ വിവിധ സ്ഥാപനങ്ങളിലെ BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, PG കോഴ്സുകൾ എന്നിവയുടെ അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിൻ്റെ ബേസിക് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ മുൻവർഷങ്ങളിൽ എയിംസിൻ്റെ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുള്ള കുട്ടികളും അതുപോലെ ബേസിക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം എക്സാം എഴുതാത്ത കുട്ടികളും പുതിയതായിട്ട് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യണോ, മുൻപ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ, അഡ്രസ്സ് എന്നിവയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നതിനെക്കുറിച്ചും ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ചുമാണ് പറയുന്നത്. അതോടൊപ്പം 2025 പ്ലസ് ടുവിൻ്റെ എക്സാം എഴുതിയതിന് ശേഷം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികളും ഇത് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിക്കുമോ, പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഇതിന് ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ചെല്ലാമാണ് വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, PG കോഴ്സുകൾ എന്നിവയ്ക്ക് വേണ്ടി എക്സാം എഴുതിയിട്ടുള്ള കുട്ടികളും അതുപോലെ ബേസിക് രജിസ്ട്രേഷൻ മുൻ വർഷങ്ങളിൽ ചെയ്തിട്ടുള്ള കുട്ടികളും 2025 വീണ്ടും ബേസിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ അവരുടെ പഴയ പാസ്വേഡ്, രജിസ്ട്രേഷൻ ID എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം ഏപ്രിൽ 17 മുതൽ അവർക്ക് RUC കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷനും മാത്രം ചെയ്താൽ മതി. പഴയ രജിസ്ട്രേഷൻ IDയും പാസ്വേഡും മറന്നുപോയിട്ടുള്ള കുട്ടികൾക്ക് പുതിയതായിട്ട് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ഫീസുകളൊന്നും തന്നെയില്ല. നിങ്ങൾ എവിടെ നിന്നാണോ രജിസ്ട്രേഷൻ ചെയ്യുന്നത്, അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കഫേ വഴിയോ ആണെങ്കിൽ അവരുടെ ഒരു ഫീസ് മാത്രം നൽകിയാൽ മതി. രജിസ്ട്രേഷൻ ID ഓർമ്മയുള്ള കുട്ടികൾ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പുതിയതായിട്ട് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പഴയ ഫോൺ നമ്പരും ഇമെയിൽ IDയും കൊടുക്കുവാൻ പാടില്ല. പുതിയ ഫോൺ നമ്പരും ഇമെയിൽ IDയും അതുപോലെ പുതിയതായിട്ടുള്ള ID പ്രൂഫുമാണ് കൊടുക്കേണ്ടത്. മുൻ വർഷങ്ങളിൽ ആധാർ കാർഡാണ് ID പ്രൂഫായിട്ട് കൊടുത്തിട്ടുള്ളത് എങ്കിൽ പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ ആധാർ കാർഡ് കൊടുക്കുവാൻ പാടില്ല. പകരം ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടർ ID എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കണം. BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അതുപോലെ PG കോഴ്സുകൾ, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് എല്ലാത്തിനും ഒറ്റ ബേസിക് രജിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതി. എന്നാൽ ഫീ പേയ്മെൻറ്റും RUC കോഡ് ജനറേഷനും എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഓരോന്നിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫീസും നൽകണം. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, മുൻ വർഷങ്ങളിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ എന്നിവ പഴയതാണ്, അത് ചേഞ്ച് ചെയ്യണമെന്ന്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ മാത്രം അത് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അതുപോലെ അഡ്രസ്സിലും എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്തണമെങ്കിൽ അതും എഡിറ്റ് ചെയ്ത് മാറ്റാം. പഴയ മൊബൈൽ നമ്പരും ഇമെയിൽ ID മാറിയിട്ടുണ്ടെങ്കിൽ പുതിയ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ പുതിയ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പുതിയ ID പ്രൂഫ് എന്നിവയാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് അത് മാറ്റിയതിന് ശേഷം അപ്ഡേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം രജിസ്ട്രേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അതിനുശേഷം 4-5 ദിവസത്തിനുള്ളിൽ ബേസിക് രജിസ്ട്രേഷൻ അക്സെപ്റ്റഡ് ആയോ എന്ന് നിങ്ങളുടെ ഹോം പേജിൽ ലോഗിൻ ചെയ്യുമ്പോൾ അറിയാം. അക്സെപ്റ്റഡ് ആണ് എങ്കിൽ ഏപ്രിൽ 17 മുതൽ RUC കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷനും നടത്തി ഫീ പേയ്മെൻറ്റ് നടത്താം. ഈ വർഷം ആദ്യമായിട്ട് രജിസ്ട്രേഷൻ നൽകുന്ന കുട്ടികൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് ബേസിക് രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രം മതി. കാറ്റഗറി റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, 12ലെ മാർക്ക് ലിസ്റ്റ് എന്നിവയൊന്നും അപ്ലോഡ് ചെയ്യേണ്ട. 12ലെ റിസൾട്ട് വന്നിട്ടില്ല, വന്നതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം തരുന്നതാണ്. ഈ വർഷം 12ൽ എക്സാം എഴുതി നിൽക്കുന്ന കുട്ടികൾക്കും മുൻ വർഷങ്ങളിൽ എയിംസിൻ്റെ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുള്ള കുട്ടികൾക്കും 2025 എക്സാം എഴുതാം. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് 10ലെ സർട്ടിഫിക്കറ്റ് മാത്രം ആവശ്യമുള്ളൂ. 10ലെ സർട്ടിഫിക്കറ്റിലെ പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയെല്ലാം 10ലെ സർട്ടിഫിക്കറ്റിൽ നോക്കി ചെയ്യണം. ബേസിക് രജിസ്ട്രേഷൻ എവിടെ നിന്നാണോ ചെയ്യുന്നത് അവിടുത്തെ ഒരു ഫീസ് മാത്രം നൽകിയാൽ മതി. ഇപ്പോൾ എയിംസിന് വേണ്ടി പ്രത്യേകം ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ട ആവശ്യമില്ല. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ജനറൽ EWS വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് പ്ലസ് ടുവിൽ 55% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം അവർ RUC കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷനും ചെയ്താൽ മതി. അതുപോലെ SC ST വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് 50% മാർക്കും ഉണ്ടായിരിക്കണം. BSc നഴ്സിംഗ് പെൺകുട്ടികൾക്ക് മാത്രം അപേക്ഷിക്കാം. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടത്. ജനറൽ OBC EWS വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് 2000 രൂപയും SC ST വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് 1600 രൂപയുമാണ്. PWBD വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ട. OBC, EWS, SC, ST വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് സീറ്റ് റിസർവേഷനുണ്ട്. ഈ സീറ്റ് റിസർവേഷൻ ലഭിക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെൻസുകൾ അവർ എയിംസ് പറയുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം.
OBC, EWS വിഭാഗത്തിലുള്ള കുട്ടികൾ എയിംസിന്റെ വെബ്സൈറ്റിൽ പറയുന്ന ഡേറ്റിനുള്ളിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഡോക്യുമെന്റ്സുകളൊന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട. റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ സീറ്റ് ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കൂടും. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട സമയത്ത് കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ജനറൽ വിഭാഗത്തിലുള്ളവർ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. SC/ST വിഭാഗത്തിലുള്ളവർ അവരുടെ കൈവശമുള്ള പഴയ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. OBC, EWS വിഭാഗത്തിലുള്ളവരാണ് എയിംസിന്റെ വെബ്സൈറ്റിൽ പറയുന്ന ഡേറ്റിനുള്ളിലുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ജൂൺ 2024 ശേഷം എടുത്തത് ആയിരിക്കണം. EWS സർട്ടിഫിക്കറ്റ് ഏപ്രിൽ 2025 ശേഷം എടുത്തതും ആയിരിക്കണം. രണ്ട് സർട്ടിഫിക്കറ്റുകളും സെൻട്രൽ പർപ്പസിനുള്ളതാണ് എടുക്കേണ്ടത്. EWS നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഡേറ്റ് കറക്റ്റായിട്ട് എയിംസിന്റെ 2025 പ്രോസ്പെക്ടസ് വന്നു കഴിയുമ്പോൾ അറിയാം. ഇപ്പോൾ സൈറ്റിൽ പ്രോസ്പെക്ടസ് വന്നിട്ടില്ല. EWS സർട്ടിഫിക്കറ്റ് 2025 ഏപ്രിലിന് മുൻപ് എടുത്തിട്ടുള്ള കുട്ടികൾ അത് അപ്ലോഡ് ചെയ്യരുത്. അവർ ഇപ്പോൾ അതിനുവേണ്ടിയുള്ള അപേക്ഷ കൊടുത്ത് പുതിയ EWS സർട്ടിഫിക്കറ്റ് എടുക്കണം. അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ജൂൺ 2024 മുൻപ് എടുത്തതാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യരുത്. പുതിയതായിട്ട് അപ്ലൈ ചെയ്ത് പുതിയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. എയിംസിന്റെ എക്സാമിനേഷൻ സെന്ററുകൾ 2024 തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ ഉണ്ടായിരുന്നു. ഈ വർഷവും അതുപോലെ തന്നെ ആയിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.